ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അഘമർഷണ മന്ത്രം. നമ്മളുടെ ധനബന്ധനങ്ങളൊക്കെ വിടുന്നതിന് സകല ഭൂതനാഥന്മാരായിരിക്കുന്ന അഷ്ടദിക്പാലകരിൽ പെട്ടിട്ടുള്ള അഗ്നി, ഇന്ദ്രൻ, വരുണൻ, സോമൻ. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. വിഷ്ണു, ബൃഹസ്പതി എന്നിവരുടെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ജന്മജന്മാന്തര ശാപങ്ങളായി വന്നു ചേർന്നിട്ടുള്ള ആ ധനബന്ധനങ്ങൾ കെട്ടഴിയും. പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, കർമ്മബന്ധനം വിട്ടുമാറും. നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി, പുരുഷനായിക്കോട്ടെ സ്ത്രീക്കായിക്കോട്ടെ, കർമ്മം ചെയ്യുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി അതിനുള്ള ഊർജ്ജസ്വലത നമ്മളുടെ നാഡീഞരമ്പുകൾക്കും നമ്മുടെ ബുദ്ധികൾക്കും പ്രദാനം ചെയ്യുന്നതാണ് ഈ മന്ത്രം. ഈ മന്ത്രം നിത്യേനയുള്ള ജപപ്രകാരം നമ്മളുടെ ബുദ്ധി തത്വത്തിൻ്റെ കെട്ടുകളെല്ലാം അഴിയും. നമ്മുടെ ബുദ്ധിയെ ആരെങ്കിലും കെട്ടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധി കെട്ട്, നമ്മൾ പറയും അവൻ വഴിതിരിഞ്ഞു പോകണം, അവൻ നശിച്ചു പോകണം എന്നൊക്കെ ആരെങ്കിലും ചെയ്തു വയ്ക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ബുദ്ധി തത്വത്തിൻ്റെ കെട്ടുകളൊക്കെ അഴിയുന്ന ഒരു മന്ത്രമാണ്. സകല രീതിയിലുള്ള ശുദ്ധി കർമ്മങ്ങൾ വന്നു ചേരുന്നതാണ് അഘമർഷണ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ഇത് ഋഷിഛന്ദസ് തൊട്ടുകൊണ്ട് നിത്യം നിങ്ങൾ എത്രയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആ ഒരു നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നെ മുടക്കം കൂടാതെ ചെയ്തു നോക്കുക. നിങ്ങളുടെ തൊഴിലിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി. കാലദോഷത്താൽ വന്നിരിക്കുന്ന ചെറിയൊരു മൗഢ്യം ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ഈ കാലദോഷ സമയത്താണ് നമ്മളെല്ലാം വാരി ചുറ്റി നമ്മളെ കഷ്ടപ്പെടുത്തുക എന്ന് പറയാം. പക്ഷേ ഈ മന്ത്രം നിങ്ങൾ കണ്ടകശനി, ഏഴശനി, കാലദോഷ സമയത്തൊക്കെ ചൊല്ലിയാലും നമുക്ക് കർമ്മബന്ധപ്പെട്ട് ഉള്ള മുൻകാലങ്ങളിലുള്ള ഫോഴ്സ് ഇല്ലെങ്കിലും നമ്മളെ തീരെ പഷ്ണിക്ക് കെടുത്തുന്ന ഒരു അവസ്ഥ ഈ മന്ത്രശക്തി കൊണ്ട് നമുക്ക് വരില്ല. അത്രയും പവർഫുള്ളാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഋഷിഛന്ദസ് തൊട്ട് നമ്മൾ ജപിക്കണം. അതുപോലെ അത് കഴിയുമ്പോഴും ഋഷിഛന്ദസ് നശിക്കണം എന്ന് പറയാം. ഛന്ദസ് മൃഗമുദ്രയാലാണ് നമ്മൾ പിടിക്കേണ്ടത്. അഘമർഷണോ ഋഷി. വായിക്കും ചുണ്ടിനുമിടയ്ക്കുള്ള ആ സ്ഥലത്ത് വിരാടനുഷ്ഠു ഛന്ദ ഭാവവൃത്തം ദേവത. ഇതാണ് ഇതിൻ്റെ ഋഷിഛന്ദസ്. ഈ മന്ത്രം ഞാൻ ചൊല്ലാം. 8 ഉരുവാണെങ്കിൽ 8 ഉരു തന്നെ തിരഞ്ഞെടുക്കാം. 21 ആണെങ്കിൽ 21 തിരഞ്ഞെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് കൺവിൻസിങ് ആ രീതിയിലുള്ള ഒരു ജപം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊരു താന്ത്രിക മന്ത്രമാണ്. ഞാൻ മന്ത്രം പറയാം. ഓം കൃതം സത്യശ്ചാംബീന്ദാത്തപസ്സോ അദ്യ ജായത തദോ രാത്ര്യജായത തതഃ സമുദ്രോ അർണവ സമുദ്രാദർണവാദതി സംവത്സരോ അജായത. ഓം അഹോരാത്രാണി വിദദത് വിശ്വസ്യ വിശദോ വശി സൂര്യചന്ദ്രമസോ ദാദായതാ പൂർവമകൽപ്പയത്
ദിവം ച പൃഥ്വീം ചാന്തരിക്ഷമധുസ്വ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് അഗമർഷണ മന്ത്രം. ഈ മന്ത്രം ഒരു ഋഗ്വേദ മന്ത്രമാണ്. നമുക്കറിയാം ഋഗ്വേദികൾക്ക് പ്രത്യേകതയുണ്ട്. മറ്റുള്ള സാമവേദികളും യജുർവേദികളൊക്കെ അഥർവവേദികളെക്കാളും പ്രത്യേകിച്ച് ആ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ മന്ത്രം ചൊല്ലുക. യജുർവേദികൾക്ക് അങ്ങനെ ഒരു നിഷ്കൃഷ്ട പറയുന്നില്ല. അവർക്ക് മന്ത്രം ചൊല്ലിയാൽ മതി എന്നുള്ള ഒരു രീതി. ഋഗ്വേദികളാണ് ആ ഈ എന്നൊക്കെ ചൊല്ലുന്നൊരു സ്റ്റൈല്. അതാണ് ശരി, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. കൃതം ച സത്യശാംബീം ദത്തപസ്സോ അഭ്യജായത തഥോരാത്രജ്ജായത തതഃ സമുദ്രോ അർണവ സമുദ്രാദർണവ തതി സംവത്സരോ അജായത അഹോരാത്രാണി വിദധത് വിശ്വസ്യ മിഷതോ വശീ ഈ സൂര്യചന്ദ്രമസോ ദാദായതാ പൂർവമകൽപ്പയത് ദിവം ച പൃഥ്വീം ചാന്തരിക്ഷമധോസ്വ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മന്ത്രം ഇതേ രീതിയിൽ തന്നെ ചൊല്ലി പഠിക്കണം. 8 രൂപ ചൊല്ലുന്നുള്ളെങ്കിൽ ആ 8 രൂപ ഇതേപോലെ തന്നെ ചൊല്ലി പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ ജപം ചെയ്യേണ്ടതുള്ളൂ. തീർച്ചയായും അഗമർഷണ മന്ത്രം നമ്മൾ ചൊല്ലിയാൽ അഗ്നിദേവൻ, ബൃഹസ്പതി, ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി, ഇന്ദ്രൻ, സമസ്ത ദേവീദേവന്മാരുടെ അനുഗ്രഹം, സപ്തമാതാക്കളെ പോലെ തന്നെ അഷ്ടഭൈരവനും പ്രീതിപ്പെടുന്ന ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ഋഗ്വേദ മന്ത്രമാണ്, കാലത്താണ് ചൊല്ലാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കണോണ്ട് വിരോധമില്ല. പതുക്കെ പതുക്കെ നമ്മൾ സാത്വിക ഭക്ഷണത്തിലേക്ക് തിരിയണം. പെട്ടെന്ന് നമ്മളൊരു സുപ്രഭാതത്തിൽ ഈ സാത്വികനായി തീർന്നാൽ നമ്മുടെ മനസ്സ് അവിടെ ഉടക്കിക്കിടക്കും. അപ്പോൾ ഈ മന്ത്ര ഉച്ചാരണത്തിലൂടെ നമ്മൾ പതുക്കെ പതുക്കെ ആ പോസിറ്റീവ് എനർജിയിലേക്ക് വന്ന് പിന്നെ നമ്മൾ സാത്വിക ഭക്ഷണത്തിലേക്ക് തിരിയണം. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് വേണ്ട. അല്ലാതെ നമ്മൾക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ മനസ്സിന് അത് ആഗ്രഹമുണ്ട്, നമ്മുടെ മനസ്സിൽ അങ്ങനെ വലിയൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് അടിച്ചമർത്തിയിട്ടും കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കലാണ് നമ്മുടെ മോക്ഷം, നമ്മുടെ സ്വർഗം. ഈ മന്ത്രം പരമാവധി കാലത്ത് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. ഈ മന്ത്രം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാനെ ആറാടുന്ന സമയത്ത്, ആറാട്ടിന് പോകുന്ന സമയത്ത് തന്ത്രി ചൊല്ലുന്ന ആ ജലത്തിൽ ഇറങ്ങി അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് ചൊല്ലുന്ന മന്ത്രമാണ് അഗമർഷണ മന്ത്രം. സമസ്ത ശുദ്ധി വരാനും സമസ്ത ശാപങ്ങൾ ആ ജലത്തിൽ ഒഴുകിക്കളയാനും കൂടിയാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളുടെ ശാപങ്ങളും പാപങ്ങളും ധനബന്ധനങ്ങളും ഗൃഹബന്ധനങ്ങളും തീരും. അതുകൊണ്ട് ഇത് നിങ്ങൾ എത്രയോ ഒരു വട്ടമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഇതേ ഋഗ്വേദ മന്ത്രമായതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ചൊല്ലി പഠിക്കണം. നിങ്ങൾക്ക് ഐശ്വര്യപൂർത്തി എന്തായാലും വന്നു ചേരും. ഈ ഋഗ്വേദ മന്ത്രത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ ഉച്ചാരണത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ എനർജി പാസ്സാവും. അവിടെ നെഗറ്റീവ് ഊർജം വിട്ടകന്നു പോകും. അഗമർഷണ മന്ത്രം കൊണ്ടാണ് ഈ കർമ്മികളൊക്കെ ഗുളിക പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കുക. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ ദേവനെ ആറാടുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിത ദുരിതങ്ങളെയും മാറ്റാൻ കഴിവുള്ള മന്ത്രം കൂടിയാണ്. നിത്യം ഉപാസിക്കുക. അഗ്നി, ഇന്ദ്രൻ, വരുണൻ,
സോമൻ, വിഷ്ണു, ബൃഹസ്പതി എന്നീ ദേവീദേവന്മാരുടെ അനുഗ്രഹം നമ്മൾക്ക് വരും. ജീവിത കർമ്മത്തിൻ്റെ ആ കർമ്മ ബന്ധനം വിട്ട് നമ്മൾ ഊർജ്ജസ്വരായി മാറുന്ന ഒരു മന്ത്രമാണ്. നമ്മളുടെ കർമ്മം എന്താണെന്നുള്ള ആ ബോധത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മന്ത്രം കൂടിയാണ്. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഐശ്വര്യഭിവൃദ്ധി ഉണ്ടാവുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കറുത്ത വർഷത്തിലെയും അമാവാസിക്ക് ഇവിടെ ഭഗവതിക്ക്, ഭദ്രകാളിയമ്മയ്ക്ക് ഗുരുതിയുണ്ട്. ആ ഗുരുതിയിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിലും അർച്ചനകളും പ്രാർത്ഥന പുഷ്പാഞ്ജലികളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഹൃദം സത്യശാംഭീന്ദാത്തപസ്സോ അധ്യജായത തദോ രാത്ര്യജായത തദസമുദ്രോ അർണവ സമുദ്രാദർണവാദതി സംവത്സരോ അജായത അഹോരാത്രാണി വിദദത് വിശ്വസ്യ മിഷതോ വശി സൂര്യചന്ദ്രമസോ ദാതായതാ പൂർവമകൽപ്പയത് ദിവം ച പൃഥ്വീം ചാന്തരിക്ഷമധോസ്വ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം നമഃ ശിവായ.